ടിസ്റ്റ് 14-15 ടിസ്റ്റോ ടിസ്റ്റ് അതാണ് 45 രൂപ കൊള്ളാലോ. സെക്കൻഡ് ഓൺഷിപ്പ് വണ്ടി നമുക്ക് 1.40 ഫൈനൽ കൊടുക്കാം. 1.40. സിംഗിൾ ഓൺഷിപ്പ് 38,000 കിലോമീറ്ററാണ്. വെറും 38 38 2 രൂപ കൊടുക്കാം ഫൈനൽ. 2 ലക്ഷം രൂപ അല്ലേ? 2 ലക്ഷം രൂപ. 3,25,000 രൂപ കൊടുക്കാം. 3.25 14 നമുക്ക് ഫൈനലായിട്ട് 1.75 ഫൈനൽ കൊടുക്കാം. 1,75,000 ഫൈനൽ റേറ്റ് ആണ്. നമ്മുടെ A1 ന്യൂസ് സ്റ്റാർസ് എന്നുള്ള രണ്ടാമത്തെ എപ്പിസോഡാണ്. കണ്ണൂർ പയ്യന്നൂരാണ് ഇവരുടെ ലൊക്കേഷൻ വരുന്നത് അല്ലേ? രണ്ടാമത്തെ എപ്പിസോഡ് എന്തായാലും കളർഫുൾ ആണ്. ഒരുപാട് ചെറിയ വണ്ടികളുണ്ട് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടായിരുന്ന എല്ലാം തന്നെ അത്യാവശ്യം വില കൂടിയ അല്ലേ ഒരു കാറ്റഗറി ആയിരുന്നു. 5 ലക്ഷത്തിന് ഇതെല്ലാം 5 ലക്ഷത്തിന് താഴെ. അങ്ങനെയുള്ള വണ്ടികളാണ് ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ ഉള്ളത്. ഈ ഒരു ഷോറൂമിൽ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കും. ഇത് പയ്യന്നൂർ സെൻട്രൽ ബസാറിലെ വിഡോബ അമ്പലത്തിന്റെ നേരെ ഓപ്പോസിറ്റ്. വിഡോബ അമ്പലത്തിന്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ? ലൊക്കേഷൻ കേട്ടോ. ലൊക്കേഷൻ നോക്കിയാൽ മതി. ജസ്റ്റ് ഇവിടെ പറ്റത്ത് കൊണ്ടുവിടും അല്ലേ? എന്താ ഈ ഇപ്പോൾ വില കുറഞ്ഞ വണ്ടികളായതുകൊണ്ട് ചോദിക്കട്ടെ, കുറച്ച് മോഡൽ കുറഞ്ഞതുമായിരിക്കുമല്ലോ. എന്താ അവസ്ഥ വണ്ടിയിലേക്ക്? കുഴപ്പമൊന്നും, നല്ല റീപ്ലേസ്മെന്റ് ഇല്ലാത്ത വണ്ടികളുണ്ട് ഓൾമോസ്റ്റ്. റീപ്ലേസ്മെന്റ് തന്നെ പറയും പറയാനല്ലോ. അത് മാത്രമല്ല കിലോമീറ്റർ കുറഞ്ഞതും പിന്നെ 1 lakh ബേസിക്കലി ഞാൻ പറയുമ്പോഴേ യൂസ്ഡ് ആണെന്നുള്ള ആ ഒരു വിചാരത്തോടെ എല്ലാവരും വന്ന് എടുക്കുക. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ കൊടുക്കുന്ന വണ്ടികളുടെ ഈ കിലോമീറ്റർ എല്ലാം കുറച്ച് ക്വാളിറ്റിയുള്ള വണ്ടികൾ നിലവിലുള്ളൂ. ഇതുവരെ അങ്ങനത്തെ കാണിച്ചുള്ളൂ, ഇനി അങ്ങനത്തെ കാണിക്കുള്ളൂ അല്ലേ? അപ്പൊ എന്താ ഇവിടെ ഒരു എത്ര നമ്മുടെ സ്റ്റാർട്ടിംഗ് റേഞ്ച് വരുന്നത് 45,000 രൂപ. അപ്പൊ എന്തായാലും നമുക്ക് 45,000 രൂപേന്റെ വണ്ടിയിൽ തന്നെ അങ്ങ് തുടങ്ങാം. അപ്പോൾ 45,000 രൂപേന്റെ വണ്ടി എന്ന് പറയുന്നത് നല്ല അടിപൊളി ഒരു നാനോ മോഡല് 2014 മോഡൽ 15 ടിസ്റ്റ് 14-15 വണ്ടി. 14-15 വണ്ടി ടിസ്റ്റ് 14-15 ടിസ്റ്റോ ടിസ്റ്റ് അതാണ് 45 രൂപ. കൊള്ളാലോ. AC പവർ സ്റ്റിയറിംഗ് വണ്ടി. വേറെ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ തേർഡ് ഓൺഷിപ്പ് വണ്ടിയാണ്. മീറ്ററിൽ 1.8 കിലോമീറ്റർ കാണിക്കുന്നത്. എക്സ്ചേഞ്ച് എടുത്ത വാല്യൂ ആണ്. അതിനകത്ത് ആ കണ്ടീഷൻ തന്നെ 45 റണ്ണിങ് പക്കയല്ലേ? റണ്ണിങ് പക്ക വെറും 45,000 രൂപ. മഴയില്ലേലും മഴക്കാലമാണ് അല്ലേ? അപ്പോൾ മാക്സിമം ബൈക്കിന് പകരമായിട്ടുള്ള അടിപൊളി. അപ്പോൾ 45 രൂപയ്ക്ക് ഇതാ ഞാൻ എടുത്തോണ്ടോ. അതുപോലെ തന്നെ ടിയാഗോ ആണെങ്കിലോ? ടിയാഗോ ഓട്ടോമാറ്റിക് 2017 മോഡൽ സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. സെക്കൻഡ് ഓൺഷിപ്പ് വണ്ടി, ഫുൾ ഓപ്ഷൻ വണ്ടി. 17 മോഡൽ 18 വണ്ടി. കിലോമീറ്റർ നമുക്ക് ഇത് 60,000 കിലോമീറ്റർ. 60 ഈ കിലോമീറ്റർ ജെനുവിൻ ആണോ? 100%. പഴയ വണ്ടികൾക്കാണെങ്കിൽ പോലും ലോ കിലോമീറ്റർ വണ്ടിയായിരുന്നു നമ്മുടെ ഹൈലൈറ്റ്. ഓക്കെ, അപ്പോൾ എന്തായാലും വില നമുക്ക് 3,40,000 കൊടുക്കാം. മാനുവൽ അല്ലേ? ഓട്ടോമാറ്റിക് ആണല്ലോ അല്ലേ? ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ. 17 അടിപൊളി. 3.45 കൊടുക്കാം. 45 അല്ലേ? അത് കൊള്ളാം കേട്ടോ, മോശമൊന്നുമില്ല. സ്ത്രീകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഐറ്റർ ആണെങ്കിലോ? ഇത് 2010 മോഡൽ 2030 പേപ്പറിൽ 1,05,000 കിലോമീറ്റർ ഓട്ടം. സെക്കൻഡ് ഓൺഷിപ്പ് വണ്ടി നമുക്ക് 1.40 ഫൈനൽ കൊടുക്കാം. 1.40. 30 വരെ പേപ്പർ ഉണ്ട്. ഓക്കെ, അതായത് കാപ്പ വരുന്ന അല്ലേ ഐറ്റനാണ്. വലിയ കംപ്ലൈന്റ് ഒന്നും ഇല്ലാത്തൊരു വണ്ടി. അപാകത്തൊന്നുമില്ല. മെയിൻ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, അതുപോലെ തന്നെ ഇയോൺ ആണെങ്കിലോ? ഇയോൺ ഇത് 2017 വണ്ടി, 14 വണ്ടി. 14 വണ്ടിയാണ്. സെക്കൻഡ് ഓൺഷിപ്പ് ആണ്. 90,000 കിലോമീറ്റർ ഓടി. ഇത് പാർക്കിംഗ് സെയിലാണ്. നമുക്ക് ഫൈനലായിട്ട് 1.95 കൊടുക്കാം. 1.95 അല്ലേ? ഈ പറഞ്ഞ മേജർ ആക്ഷൻ റീപ്ലേസ്മെന്റ് ഇല്ല. 1.95 നെഗോഷ്യബിൾ ആണ്. റേറ്റ് പറഞ്ഞിട്ട് സംസാരിക്കാം. എന്തായാലും കുറയുമല്ലോ. എന്തായാലും കുറയേണ്ടതാണ്. ഓക്കെ, നിങ്ങൾ വരിക, വന്നിട്ട് വണ്ടി കണ്ടിട്ടൊക്കെ നോക്കിയിട്ടൊക്കെ സംസാരിച്ചോളൂ കേട്ടോ. അതുപോലെ തന്നെ പിന്നെ ഈ ആണെങ്കിലോ? ഇത് 2014 മോഡൽ മാഗ്ന പ്ലസ് 14 ഏറ്റവും ഫുൾ ഓപ്ഷൻ സിംഗിൾ ഓൺഷിപ്പ് 38,000 കിലോമീറ്റർ ആണ്. വെറും 38. 38 കിലോമീറ്റർ ജെനുവിൻ 100%. വണ്ടി കാണുമ്പോൾ തന്നെ കേട്ടോ നല്ല നീറ്റാണ്. അപ്പൊ ഒന്നുമില്ല. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. അതെ, ടച്ചപ്പ് ചെയ്യാറുണ്ട്. ഈ ബമ്പർ കോർണർ ചെറിയ ടച്ചപ്പ് ചെയ്യാറുണ്ട്. 14 വണ്ടിക്ക് എന്ത് വില ഉണ്ടാവുക? നമുക്ക് ഫൈനലായിട്ട് 1,95,000 രൂപ കൊടുക്കാം. 1.95 കൊടുക്കാം. അത് കൊള്ളാം കേട്ടോ. ഇത് പാർക്കിംഗ് സെയിലാണ്. അത് ഇത് നോക്കുമ്പോഴേ നമുക്ക് വില സംസാരിക്കട്ടോ. വന്നിട്ട് നല്ലോണം സംസാരിക്കണം. ഇത് മുത്ത് പോലെ പുതിയ പോലെ തന്നെ കേട്ടോ. നിങ്ങളുടെ വണ്ടി ആയിരിക്കും അല്ലേ? ഓക്കെ, അപ്പൊ ഇത് കുഴപ്പമൊന്നുമില്ല. 1.95 ഫുൾ ഓൺ കയറുമോ? ഓൾമോസ്റ്റ് ലോഡ് കയറണ്ട അല്ലേ? പ്രൊഫൈലൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോ, പേപ്പറൊക്കെ കാണണേ. സത്യം. അതുപോലെ തന്നെ ഇതാണെങ്കിലോ? 2020 മോഡൽ മാഗ്ന സാൻട്രോ ഓട്ടോമാറ്റിക് വണ്ടി. ഓട്ടോമാറ്റിക് ആണ്. സ്ത്രീകൾക്ക് ഒരു അടിപൊളി വണ്ടി കേട്ടോ ഇത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 80 ആണ് വരിക. ഉരുണ്ട് പോകുന്ന പ്രശ്നമൊന്നുമില്ല. 50,000 കിലോമീറ്റർ ഓട്ടം, സിംഗിൾ ഓൺഷിപ്പ്. നമുക്ക് ഫൈനൽ വില 4,25,000 കൊടുക്കാം. 4.25 2020 അതും ഓട്ടോമാറ്റിക്. പിന്നെ 20 മോഡൽ 21 രജിസ്ട്രേഷൻ ഉണ്ട്. ഒന്നിന്റെ ഇന്ത്യയിൽ ഒന്നും കാണിക്കുന്നില്ല ബ്രോ. ഒറ്റ കാര്യം ചെയ്താൽ വിളിക്കുന്നവർക്ക് മാക്സിമം അയച്ചു കൊടുക്കും. നമുക്ക് ഞാൻ പുറകിലുള്ള ഓപ്ഷൻ കാണിച്ചാലോ? ആയിക്കോട്ടെ. അവിടെ ഒരു എറ്റിയോസ് കിടപ്പുണ്ടല്ലോ. എറ്റിയോസ് വരുന്നത് 2013 മോഡൽ സെക്കൻഡ് ഓൺഷിപ്പ് വണ്ടിയാണ്. 13 സെക്കൻഡ് ഓണർ. മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. പെട്രോൾ ആണ്. മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. വേറെ അപകടങ്ങളൊന്നും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് 2,65,000 കൊടുക്കാം. 2.65 പെട്രോൾ വണ്ടി എടുക്കാം. കംപ്ലൈന്റ് ഇല്ലാണ്ട് ഓടിക്കാൻ പറ്റുന്നതാണ് ഹൈലൈറ്റ്. പിന്നെ ഈ സ്വിഫ്റ്റ് ആണെങ്കിലോ? ഇത് പെട്രോൾ ആണല്ലോ.
ഇത് ഡിസയർ 2016 പെട്രോൾ സിംഗിൾ ഓൺഷിപ്പ് 50,000 കിലോമീറ്റർ വണ്ടി 16 455 കൊടുക്കാം. ഞാൻ ചോദിക്കട്ടെ, പിന്നെ പഴയ മോഡൽ വണ്ടികളാണ് ഇവിടെ ഏറ്റവും ലോ കിലോമീറ്റർ ഉള്ളത്. അതൊക്കെ ജെനുവിനാണെന്ന് ഉറപ്പല്ലേ? 100%. കാരണം നമ്മൾ പറയുമ്പോൾ കറക്റ്റ് പറയണം. ടൂറിസ്റ്റ് നിങ്ങൾ നമ്മൾ എത്ര വീഡിയോ ചെയ്ത് എത്ര ഇതിനെക്കാട്ടി കിലോമീറ്റർ കുറഞ്ഞ വണ്ടി കൊടുത്തിട്ടുണ്ടോ? അറിയോ, അന്ന് നമ്മളൊരു വീഡിയോ ചെയ്തില്ലേ ലോ കിലോമീറ്റർ മാത്രം. അന്ന് ഇവരൊക്കെ പറഞ്ഞതൊന്നും അങ്ങനെ ആയിരിക്കും, എങ്ങനെ ആയിരിക്കും. നിങ്ങൾ വരിക, വന്നിട്ട് എങ്ങനെ വേണം ചെക്ക്. നിങ്ങൾ ആര് തേർഡ് പാർട്ടി ഉണ്ടല്ലോ, ഇപ്പൊ സ്കാൻ ചെയ്ത് ചെക്ക് ചെയ്യുന്ന ആൾക്കാരില്ലേ, ചെക്ക് ചെയ്യിപ്പിച്ചോളൂ, കുഴപ്പമില്ല. ഉറപ്പാണ്, നമ്മൾ പറഞ്ഞാൽ കറക്റ്റാണ്. അടിപൊളി. അപ്പൊ 50,000 കിലോമീറ്റർ 16 വണ്ടി എന്താ നമുക്ക് 4,55,000 കൊടുക്കാം. 455 അല്ലേ? സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. മോശമൊന്നുമില്ല, നല്ല ക്ലീൻ ആട്ടോ വണ്ടി. ഇത് 2011 2031 വരെ പേപ്പറിലെ ഡിസയർ തന്നെ 1.2 ഓടി കെ സീരീസ് എഞ്ചിനാണ് വണ്ടി വരുന്നത്. 1000 cc അല്ലേ? 1000 cc 1200 cc കെ സീരീസ് എഞ്ചിൻ. 1200. ശരി ശരി, ഓക്കെ. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. AC പവർ സ്റ്റിയറിംഗ് വണ്ടി റീപ്ലേസ് ഇല്ല. 11 മോഡൽ അല്ലേ? 11 വണ്ടി നമുക്ക് 2 രൂപ കൊടുക്കാം ഫയൽ. 2 ലക്ഷം രൂപ അല്ലേ? 2 ലക്ഷം രൂപ. ഓക്കെ, എന്തെങ്കിലും കുറേ ഉണ്ടാവൂലേ? ചെറിയ മാനേജ് നോക്കാം. ഓക്കെ. എക്സ്പ്രസ് ആണെങ്കിലോ? എക്സ്പ്രസ് 2024 ഓട്ടോമാറ്റിക് വണ്ടി. 24 22,000 കിലോമീറ്റർ ഓട്ടോമാറ്റിക് വണ്ടി, VXC ഓപ്ഷനിൽ. വൈറ്റും ഉണ്ട്, ബ്ലാക്കും ഉണ്ട്. ഓക്കെ. പിന്നെ വൈറ്റ് 24 വണ്ടി. 24 VXC ഓപ്ഷനിൽ വണ്ടി 4,85,000 രൂപ. 485 അല്ലേ? ഓക്കെ. അത്യാവശ്യം എന്താ പറയാ, നല്ല നീറ്റാണ് വണ്ടി. ഒന്നുമില്ലല്ലോ. ഫുൾ ഓപ്ഷൻ അല്ലേ? VXC ഓപ്ഷനിലാണ്, ഫുള്ളായിട്ട് തൊട്ട് താഴെയുള്ള വണ്ടി. അതെ. ടച്ച് സ്ക്രീനാണ് വ്യത്യാസം വരുന്നത് ഓപ്ഷനിൽ, പക്ഷെ അഡീഷണൽ ചെയ്തിട്ടുണ്ട് അല്ലേ? 4,85. സെയിം സാധനം ഇതാണെങ്കിലോ? ഇത് 2022 12,000 കിലോമീറ്റർ വേണ്ടി VXC പ്ലസ് ഓട്ടോമാറ്റിക്. വെറും 12,000. അടിപൊളി. വേറെ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. കറക്റ്റ് കമ്പനി സർവീസിൽ വേണ്ടി നമുക്ക് ഫൈൽ കൊടുക്കുമ്പോൾ 460 കൊടുക്കാം. 460 കൊടുക്കാം. 22 ആണെങ്കിൽ പോലും 12,000 അല്ലേ? അടുത്തത് ആണെങ്കിലോ? 2014 മോഡല് 42,000 കിലോമീറ്റർ വേണ്ടി വെറും 42,000 സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. അടിപൊളി. ഞാൻ പറഞ്ഞില്ലേ, ഇതെല്ലാം ലോ കിലോമീറ്റർ ആട്ടോ. 4,32,000 കമ്പനി സർവീസിന് വേണ്ടി, ഹിസ്റ്ററിയിലെ വണ്ടി. വേറെ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യമായിട്ടില്ല. സോറി, ഇതിന്റെ മെയിൻ ഗ്ലാസ്, സോറി ബാക്ക് ഗ്ലാസ്, ഡിക്കി ഗ്ലാസ് ഇല്ലേ, ഡിക്കി ഗ്ലാസ് മാത്രം റീപ്ലേസ്, ഡിക്കി ഒന്നുമില്ല, ഡിക്കി ഗ്ലാസ് മാത്രം റീപ്ലേസ്. വേറെ റീപ്ലേസോ കാര്യങ്ങൾ കറക്റ്റ് ഇപ്പൊ ത്രൂ ഔട്ട് കമ്പനി സർവീസ് ആണ്. 3 ലക്ഷം മാനുവൽ 3,25,000 രൂപ കൊടുക്കാം. 3,25. 14. മോശമൊന്നുമില്ല, വണ്ടി അത്യാവശ്യം നല്ല ക്ലീൻ ആണ്. അടുത്തത് പുതിയ മോഡൽ വാഗണർ 2019 വണ്ടി. 19 സിംഗിൾ ഓൺഷിപ്പ് 25,000 കിലോമീറ്റർ വണ്ടി. മാനുവൽ അല്ലേ? മാനുവൽ. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. 1.2 ആണ് വണ്ടി വരുന്നത് VXC. നമുക്ക് ഫൈനലായിട്ട് 4,45,000 കൊടുക്കാം. 4,45. മോശമൊന്നുമില്ലല്ലോ, നല്ല പൈസ അല്ലേ? 19 അല്ല ഒന്നല്ലെങ്കിൽ, അതും 1.2 VXC. അടിപൊളി. മാക്സിമം എന്തെങ്കിലുമൊക്കെ കുറച്ചും തരും കേട്ടോ. പ്രത്യേകിച്ചും പറയുന്നില്ല എന്നുള്ളൂ. GT ആണല്ലോ? GT 2015 മോഡൽ വണ്ടി, സിംഗിൾ ഓൺഷിപ്പ്, 110 ഓട്ടം, പെട്രോള്. ഓട്ടോമാറ്റിക്കലി നമുക്ക് ഫൈനലായിട്ട് 480 കൊടുക്കാം. 480. ഓക്കെ. നിങ്ങൾ വരിക 480 എന്നൊക്കെ പറഞ്ഞാലും കുറയും എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. ചെറിയൊരു വണ്ടി ചെയ്യാം. അതെ, പക്ഷെ വണ്ടി പക്കയല്ലേ? ഫുൾ ഫോട്ടോസ് ഒക്കെ ഒന്ന് വേണേൽ അയച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഇതാണെങ്കിലോ? ഇത് 2011 മോഡൽ 12 രജിസ്ട്രേഷൻ 65,000 കിലോമീറ്റർ ആൾട്ടോ, സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇത് ഫൈനൽ റേറ്റ് വരുന്നത് നമുക്ക് 1,15 ഫൈൻ ചെയ്യാം. മോഡൽ 11 പേപ്പർ എടുത്തോ? ഇല്ല, പേപ്പർ എടുത്ത വർഷം എടുക്കാം. ഓക്കെ. അപ്പം എന്തായാലും വലിയ പൈസ ഒന്നും വരില്ല, എങ്കിൽ പോലും 1,15 നമുക്ക് എടുത്തോണ്ട് പോകാം കേട്ടോ. ഇനി ഈ അൾട്ടോ ആണെങ്കിലോ? ഇത് 2013 മോഡൽ ആൾട്ടോ, സെക്കൻഡ് ഓൺഷിപ്പ് 65,000 കിലോമീറ്റർ വണ്ടി. മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഇട്ടേ. ശരി. നമുക്ക് ഫൈനലായിട്ട് 1,75 ഫൈനൽ കൊടുക്കാം. 1,75,000 ഫൈനൽ റേറ്റ് ആണ്. 1,75 കൊടുക്കാം. ഓക്കെ. ഫൈനലാണെങ്കിൽ അങ്ങനെ പറയുന്നുണ്ടല്ലോ നിങ്ങളുടെ ഓക്കെ. ഇനി ഇതാണെങ്കിലോ? ഇത് 2014 59,000 കിലോമീറ്റർ ആൾട്ടോ ഡോർ. 14 അല്ലേ? 14. 59,000 കിലോമീറ്റർ ആൾട്ടോ ഡോർ, സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ 2,10 കൊടുക്കാം. 2,10 അല്ലേ? 2,10 കൊടുക്കാം. നല്ല നീറ്റാട്ടോ വണ്ടി. അതുപോലെ തന്നെ ഇനി അൾട്ടോ തന്നെയാണല്ലോ. ഇതോ റെഡ്? ഇത് റെഡ് 2013 തന്നെ വണ്ടി. ഒരു ഡോർ റീപ്ലേസ് ഉണ്ട്. ഇത് ഫൈനലായിട്ട് നമുക്ക് 1,75 കൊടുക്കാം. VXC 14 വണ്ടി 1,75. 13 1,75. ഇതാണെങ്കിൽ ന്യൂ ഷേപ്പ് ആണല്ലോ. ന്യൂ ഷേപ്പ് 2019 മോഡൽ 20 രജിസ്ട്രേഷൻ വണ്ടി. സെക്കൻഡ് ഓൺഷിപ്പ് 65,000 കിലോമീറ്റർ. ഇത് നമുക്ക് ഫൈനലായിട്ട് 2,90,000 കൊടുക്കാം. 2,90 19 വണ്ടി. 19-20 വയസ്സ് വണ്ടി. ന്യൂ ഷേപ്പ് വണ്ടി. മോശമൊന്നുമില്ല കേട്ടോ. ആർക്കെങ്കിലും വേണേ നോക്കിക്കോ. ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് അയക്കണേ. നമ്മളെന്താ അറിയോ, വേഗം പറഞ്ഞു പോകുന്നതുകൊണ്ടേ ഇതൊന്നും പിന്നെ ലാഗ് ആക്കിയിട്ട് കാര്യമില്ല. ഇനി
കേട്ടനാണെങ്കിലോ കേട്ടൻ 2023 VXA പ്ലസ് വണ്ടി, സിംഗിൾ ഓൺഷിപ്പ്, 40,000 കിലോമീറ്റർ ഓട്ടം, കറക്റ്റ് കമ്പനി സർവീസിൽ വണ്ടി. ഇത് റേറ്റ് ഫൈൻ ആയിട്ട് നമുക്ക് 440 കൊടുക്കാം. 440 ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ആണ്, അതാണ് നോക്കുക. അതായത് ഈ ഒരു ഷേപ്പിൽ വന്ന സോപ്പ് കിട്ടിയില്ല, ഓട്ടോമാറ്റിക് ഉള്ളൂ. പിന്നെ ഉള്ളത് മറ്റേ ഈ അടുത്ത് കിടക്കുന്ന ഇത് റെഡിഗോ 2018 വണ്ടി, ഓട്ടോമാറ്റിക് ആണ്, 1 ലിറ്റർ ടി ഓപ്ഷൻ വണ്ടി. 2,70,000 രൂപ ഫൈനൽ ചെയ്യാൻ പറ്റും. 2,75 2019 വണ്ടി, 18 വണ്ടി ഓട്ടോമാറ്റിക്, 30,000 കിലോമീറ്റർ, 35 ജോഡി. അത് ഓട്ടോമാറ്റിക് AMT വരുന്ന കേട്ടോ. അതുപോലെ തന്നെ ഈ അമേസ് ഇത് ഇതല്ലേ, അമിയോ. ഇത് 2019 അമിയോ, സിംഗിൾ ഓൺഷിപ്പ് വണ്ടി, 32,000 കിലോമീറ്റർ ഉണ്ട്, ഓട്ടം, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, ഡീസൽ അല്ല, പെട്രോൾ അല്ലേ, പെട്രോൾ. ഫ്രണ്ട് ലൈൻ ഓപ്ഷൻ, ഫസ്റ്റ് ഓപ്ഷൻ വരുന്ന വണ്ടി. നമുക്ക് ഫൈനലായിട്ട് 4,15,000 രൂപ കൊടുക്കാം. 4,15 അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി അല്ലേ. അപ്പൊ ഒന്നുമില്ല, ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല, അടിപൊളി. അതുപോലെ തന്നെ 3 ടിയാഗോ അല്ല, ഒന്ന് മറ്റേതല്ല, അൾട്രോസ്. ഇതേതോ ടിയാഗോ? ഇത് 2018 ബേസ് ഓപ്ഷൻ ടിയാഗോ, സെക്കൻഡ് ഓൺഷിപ്പ്, 68,000 കിലോമീറ്റർ ഓട്ടം, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഫൈനലായിട്ട് 2,80,000 രൂപ കൊടുക്കാം. 18 വണ്ടി ഫുൾ ഓൺഷിപ്പ് ബേസ് അല്ലേ പറഞ്ഞത്? ബേസ് മോഡൽ. നീല 2024-25 രജിസ്ട്രേഷൻ, സിംഗിൾ ഓൺഷിപ്പ്, XT വേരിയന്റ് വണ്ടി, ഫുള്ള് തൊട്ട് താഴെയുള്ള വണ്ടി, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഫൈനലായിട്ട് 5,15,000 രൂപ കൊടുക്കാം. 5,15 പുത്തൻ വണ്ടി. അതുകൊണ്ടാണ്. അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡിലെ ലാസ്റ്റ് വണ്ടി അല്ലേ? ലാസ്റ്റ് വണ്ടി. ഇതിപ്പോ ഏതാ മോഡല്? ഇത് 2020 മോഡൽ അൾട്രോസ്, ഫുൾ ഓപ്ഷൻ അൾട്രോസ്, 50,000 കിലോമീറ്റർ ഓട്ടം, സിംഗിൾ ഓൺഷിപ്പ് വണ്ടി, 20 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഒരു ഇടിക്കട്ട വണ്ടി. അതെ, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, കറക്റ്റ് കമ്പനി സർവീസിലെ വണ്ടി. നമുക്ക് ഫൈനലായിട്ട് ഇത് 5,15,000 രൂപ കൊടുക്കാം. 5,15 ചെറിയൊരു മാറ്റം ചെയ്തോക്കെ. അത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഓക്കെ, മോശമൊന്നുമില്ല. ഇപ്പൊ നമ്മൾ ഈ കാണിച്ച ഇത്രയും വണ്ടികൾ കാണിച്ചല്ലോ. ഇപ്പൊ ഈ പറഞ്ഞ വണ്ടികളുടെ ഏതെങ്കിലും ഫുൾ ഫോട്ടോസോ ഡീറ്റെയിൽസ് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അയച്ചു തന്നായിരിക്കും. എല്ലാം അയച്ചു കൊടുക്കാം അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും മിസ് ചെയ്യണ്ട. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ചെറു വിലയ്ക്ക് ഇത്രയും വണ്ടികൾ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ കോൺടാക്ട് ചെയ്താൽ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കാം, ലോൺ കൊടുക്കാം, പുതിയ വണ്ടികളുടെ സ്റ്റോക്ക് ഉണ്ടാവും. ഏത് വേണമെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം അല്ലേ? ഒരാളൊന്ന് വിളിച്ചാൽ മതി, ബാക്കി നമ്മളായിക്കോളാം. ഓക്കെ, അപ്പൊ എന്തായാലും അപ്പൊ എന്തായാലും ഒരു 5 ലക്ഷം രൂപയുടെ ഉള്ളിലുള്ള ഒരു 10-25 വണ്ടി അല്ലേ? 5 ലക്ഷം രൂപയുടെ പുറത്തുള്ള വണ്ടികളെല്ലാം നമ്മളിവിടെ കാണിച്ചു. അപ്പോൾ അതിനുള്ളിലുള്ള വണ്ടികൾ വേണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ 45,000 രൂപ മുതൽ എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന എല്ലാ റേഞ്ചിലും വണ്ടികളുണ്ട്. ഒന്നെങ്കിൽ ആ മൂലയ്ക്ക് വെക്കണം, അല്ലെങ്കിൽ ഇങ്ങോട്ട് വെക്കണം. വീടിൻ്റെ ഇടയിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ ഇതാകുമ്പോഴേ ബോറാണ്. അവിടെ നിന്നോ? ഓക്കെ, ഒന്നും ചെയ്യണ്ട. അപ്പോൾ എങ്ങനെയുണ്ട് ഇപ്രാവശ്യം നമ്മൾ A1 ന്യൂസ് സർവീസിൽ കാണിച്ചില്ല? 5 ലക്ഷം രൂപയുടെ മുകളിലുള്ള വണ്ടികളെല്ലാം നമ്മൾ അവിടെ കാണിച്ചു. താഴെയുള്ള വണ്ടികൾ ഇവിടെ നിലവിൽ കിടക്കുന്നത്. ഇപ്പോൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ 40,000 രൂപ മുതൽ നാനോ, പിന്നെ അവിടെ ഇങ്ങനെ മാറി വരുന്നു അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും ഒറ്റ കാര്യം ചെയ്താൽ മതി. ഇപ്പോൾ കുറച്ച് പഴയ മോഡൽ വണ്ടികളൊക്കെ ആയതുകൊണ്ട് എല്ലാ വണ്ടിയും നിങ്ങൾ വന്നിട്ട് നല്ലോണം ചെക്ക് ചെയ്യുക. നമ്മൾ എന്തായാലും കൺഫേം ആയിട്ട് നമ്മളുടെ കാഴ്ചപ്പാട് ഇല്ലാത്ത സാധനമല്ലേ അല്ലേ? അപ്പോൾ മാക്സിമം ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക. അപ്പോൾ എന്തായാലും വില കുറച്ച് വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന എന്തായാലും ഈ ഒരു അവസരം കളയേണ്ട. കണ്ണൂർ പയ്യന്നൂർ ധൈര്യമായിട്ട് പോര്, കോൺടാക്ട് ചെയ്താൽ മതി. നമ്പറൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എപ്പിസോഡ് കഴിഞ്ഞപ്പോഴാണ് അടുത്തൊരു കിളി വീഡിയോ വീണ്ടും കാണാം. അതുവരെ അല്ലേ, എല്ലാവർക്കും